ഗായ്സ്, ഇനി വിദാലിയാണ് പറയാൻ പോകുന്നത്. കം പറഞ്ഞോളൂ. ഹലോ ബോയ്സ്, ഹലോ ഡാസ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയൊരു കാർ റിപ്പയർ ചെയ്ത് അടിപൊളിയാക്കി അതിൻ്റെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ആദ്യം കാർ കാണിച്ചു തരും, പിന്നെ ഞാൻ കാറ് ഫുള്ള് അഴിച്ചിട്ട് പിന്നെയും ആ കാറ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കും. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമ്മളെ കാർ ഇതാണ്. ഇപ്പുറത്തുണ്ട് ഇതാ മിതാലിയൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഇതാണ് ഇവിടെയാണ് കാർ ഇതാണ്. അപ്പം നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടായിരിക്കും കാണിച്ചു തരാൻ പോകുന്നത്, അല്ലെ റെഡി ആവില്ല. ഇല്ല മിതാലി പറയുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണേ. ഇവിടെയാണ് കാറുള്ളത്. അപ്പോൾ മിതാലി ലൈറ്റ് ഓഫ് ചെയ്യും. അവളിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1. Here you go. ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഒരു പൊന്തിച്ചെടുക്കണം. അല്ലേ ഇവിടെ ഒരു ഇതുണ്ട്, അത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. ഇതാ കാർ പുറത്തേക്ക് വന്നിട്ടുണ്ട് നല്ല സ്പീഡിൽ തന്നെ. ഇനി നമുക്ക് ഈ ബാറ്ററിയിലേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതാ കാർ ഈസ് റെഡി. നല്ല രസമില്ലേ? മിതാലി ഇതാ ലൈറ്റിൽ കളിക്കാൻ പോവാതെ. ഓക്കെ, നമ്മളിനിപ്പോൾ ഈ കാറിൻ്റെ ലൈറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി ഗോ. ഇനി നമുക്ക് തിരിച്ച് കാറിൻ്റെ ഗ്യാരേജിനകത്തേക്ക് തന്നെ കയറ്റാം. തിരിച്ച് കാറിൻ്റെ ഗ്യാരേജിനകത്തേക്ക് പോയിക്കോളൂ. കാറേ തിരിച്ച് പോയിക്കോ. ഇനി നമുക്കിങ്ങനെ അടയ്ക്കാം. ഓക്കെ ബൈ. ഇനി നമ്മൾ കാറ് ഉണ്ടാക്കുന്നതായിരിക്കും കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗായ്സ്, നമുക്ക് കാർ റെഡിയാക്കുന്നതിലേക്ക് പോവാം. ഇതാണ് നമ്മളെ കാർ ഗ്യാരേജ്. ഇതിൻ്റെ ഇവിടെ ഇത് നോക്കൂ. ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഒരു മാഗ്നറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബോൾ മാഗ്നറ്റ് ആണ് ഇതിൻ്റെ ഇവിടെ ആയിട്ട്. ഇത് ജസ്റ്റ് ഒരു പെൻസിലാണ്, വെറുതെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് പൊന്തിക്കുന്ന ഒരു മാഗ്നറ്റ് ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മുകളിലും അതേപോലത്തെ ഒരു റൗണ്ട് മാഗ്നറ്റ് ഉണ്ട്. ഈ 2 മാഗ്നറ്റും കൂടി ഉള്ളതിനെ കൊണ്ട് നമുക്കിത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല, ഓപ്പൺ ആവുന്നില്ല. അതാണ് ഫസ്റ്റ് ഗ്യാരണ്ടി. അപ്പം നമ്മൾ മാഗ്നറ്റിനാണ് പറഞ്ഞു വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ വെറുതെ ഒരു പെൻസിൽ, അത് വെറുതെ ഒരു പെൻസിൽ വെച്ചതാണ്. ഓപ്പൺ ചെയ്യാൻ സുഖമാവാൻ ഒരു പെൻസിൽ വെച്ചിട്ടുണ്ട്. വേറെ ഇതാണ്. പിന്നെ നമുക്ക് ലൈറ്റിനെ കുറിച്ച് പറയാം. അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് എടുത്തിരിക്കുന്ന ഒരു കാറാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇവിടെയുമായിട്ട് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ലോങ് ലൈറ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ബാറ്ററിൻ്റെ കണക്ടറുമാണ്. ഇത് കൂടാണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ലൈറ്റ് വെച്ചിട്ട് ചെയ്യാം. ഇത് വേണമെങ്കിൽ സ്ക്രൂ ഒക്കെ വെച്ച് അയച്ച് കുറേ ടൈം എടുക്കും. ഞാൻ വെറുതെ ഒരു പ്രാവശ്യം കാണിച്ചു തരാം ഇത് കത്തുന്നത്. ഫസ്റ്റ് നമ്മൾ ബാറ്ററിയും കണക്ടറും ഫിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റെഡ് വയർ മുകളിൽ വരാൻ നോക്കുക. ഇതിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഓർത്ത് വെക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് പേര് പറയാത്ത. റെഡ് വയർ മുകളിലും ബ്ലാക്ക് വയർ താഴെയും വെച്ചാലാണ് ലൈറ്റ് കത്തുക. നിങ്ങൾ കണ്ടില്ലേ? റെഡ് വയർ മുകളിൽ ഇങ്ങനെ ഈ ഒരു വരേൻ്റെ ഇവിടെ ഇങ്ങനെ ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് വയർ താഴെ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓക്കെ, ലൈറ്റ് കത്തി. കണ്ടില്ലേ? ഇത് ലൈറ്റ് കത്തും. ഈ സംഭവം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ക്രൂ അഴിച്ചിട്ട് ഇതിൻ്റെ വയേഴ്സ് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് ഈ ബൾബ് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം നമുക്കിങ്ങനെ പിടിച്ചൊന്നും വെക്കണ്ട. ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കത്തും. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ യൂട്യൂബിൽ ഇടുന്നില്ല. അത് ഒട്ടും രസമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈറ്റ് വാങ്ങിയിട്ട് ഈ ലൈറ്റിൽ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ നമുക്ക് വേണ്ടത് ആദ്യം ഒരു ബാറ്ററിയുടെ കണക്ടർ, ഒരു ലൈറ്റ്, പിന്നെ ഒരു കാറ്. അതിൻ്റെ അവിടെ ഫ്രണ്ടിൽ 2 ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈറ്റ് എവിടെയാണ് വെക്കണ്ടേ
ഇവിടെ വെക്കണമെങ്കിൽ ഇവിടെ 2 ഡബിൾ സൈഡ് ഒട്ടിക്കുക, ഇവിടെ വെക്കണമെങ്കിൽ ഇവിടെ 2, ബാക്കിൽ വെക്കണമെങ്കിൽ ബാക്കിൽ ഇവിടെ 2 ഡബിൾ സൈഡ് ഒട്ടിക്കുക, റെഡിയാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇതെടുക്കുക. വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ നോക്കേണ്ട വർക്ക് ചെയ്യുന്നുണ്ടോയെന്നാ. അല്ലെങ്കിൽ കേടായത് വാങ്ങി പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യുന്നില്ലേ പ്രശ്നമാണ്. കാണുന്നില്ലേ, വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് മാത്രമേ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് കണക്ട് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാണ്ട് ശരിക്കും കണക്ട് ചെയ്യുന്നില്ല. ശരിക്കും കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ കാലത്തേക്ക് വേണ്ടിയിട്ട് തന്നെ വെക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ടാപ്പ് പൊട്ടിച്ച് റെഡിയാക്കണം. അപ്പം നമ്മളിതാ ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. ഇവിടെ വേണമെങ്കിൽ ഒരു ടാപ്പ് പൊട്ടിക്കുക. പിന്നെ അടുത്തത് ഇവിടെ എടുക്കുക. ഇതാ ഒന്ന് വെച്ചിട്ട് ഇവിടെ ഒരു ടാപ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വെറുതെ ഇതൊന്ന് പൊട്ടിപ്പോയോണ്ട് ടാപ്പ് എടുക്കുക. ഇതൊക്കെ ഒട്ടിക്കുക. അടുത്തത് നമുക്ക് റെഡ് വയർ എടുത്തിട്ട് ബ്ലാക്കിൽ ചെയ്യാം. നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബാറ്ററിൻ്റെ അകത്ത് വെച്ചിട്ട്. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിയത്തീൻ്റെ ഒരു കസിൻ കൊടുത്തൊരു കാറ് പഴയതായിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ പണ്ട് സൗണ്ടൊക്കെ വരുമായിരുന്നു, ഇപ്പോൾ എല്ലാം കേടായി. ഇപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കാർ തന്നെയാണെന്ന് വെച്ചാൽ ഇതാ ഞാൻ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങോട്ട് ഇതുള്ളതിനോട് നമ്മൾ ഈ ബാറ്ററി കണ്ടോ ഇവിടെ ഈ ഫിക്സ് ആയി നിൽക്കൂല, സൈസ് കറക്റ്റ് അല്ല. അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങോട്ട് ഇവിടുന്ന് ഈ ഒരു കണക്ഷൻ കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്, കണ്ടോ ഇതുണ്ട് സൈഡിലേക്കാക്കി. ഇനി ഇതും ഇങ്ങനെയാക്കി എടുത്തിട്ട് സൈഡിലേക്ക് ആക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ 2 സൈഡിലേക്കാണ്. ഇപ്പോൾ ഈ ബാറ്ററിക്ക് ഇവിടെ നിൽക്കാനുള്ള സ്ഥലം വന്നു. ഈ വയർ നമ്മൾ ഫ്രണ്ടിലേക്കാക്കി വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ വയറ് മാക്സിമം ബാക്കിലേക്ക് ആക്കി വെക്കുക. ആദ്യം ബാറ്ററി ഒക്കെ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ആദ്യം ലൈറ്റ് ഫിറ്റ് ചെയ്യുക. ഞാൻ ഗ്ലാസിൻ്റെ മേലെയാണ് ലൈറ്റ് ഫിറ്റ് ചെയ്തത്. ഇത് RC കാർ പോലെ ഉണ്ടാവും. ഇതിൻ്റെ ഇവിടെയാണ് ശരിക്കും ഫിറ്റ് ചെയ്യേണ്ടത്, എന്നാലാണ് RC കാർ പോലെ ഉണ്ടാവുക. ഇവിടെ ഫിറ്റ് ചെയ്യാം നമ്മൾ. നിങ്ങൾ കമൻറ്റിലിടുക എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന്, അതേപോലെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കമൻറ്റിലിടുകയെന്ന് വെച്ചാൽ എവിടെയാണ് ഫിറ്റ് ചെയ്യണം, താഴെ ഫിറ്റ് ചെയ്യണമെങ്കിൽ താഴെ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി കമൻറ്റിൽ. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ താഴെ ഫിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പ്രാവശ്യം മോള് ഫിറ്റ് ചെയ്യുന്നില്ല, മോള് ഫിറ്റ് ചെയ്യുന്ന അടുത്ത പ്രാവശ്യം ചോദിച്ചാൽ മതി. എന്താ വെച്ചാൽ മോള് ഫിറ്റ് ചെയ്യുന്ന കുറച്ച് റിസ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് ഈ കാറൻസ് എങ്ങനെ പോയി കളിക്കുക, ബ്രേക്ക് ഇട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാറ്ററി നന്നായിട്ടൊന്ന് വെച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന വയറില്ലേ ഈ ബാറ്ററീൻ്റെ ബാക്കിൽ കൂടെ തന്നെ എടുക്കുക. വയർ വെച്ചിട്ട് ബാറ്ററീൻ്റെ ബാക്കിൽ കൂടെ അങ്ങനെ എടുക്കുക, ബാക്കിൽ ഇങ്ങനെ വെച്ചെടുക്കുക. എന്നാൽ പിന്നെ അധികം ഒരു പ്രശ്നം ഉണ്ടാവില്ല, വയർ ഇളകി കളിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത്രയും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. അപ്പം നമ്മൾ ലൈറ്റ് പിടിപ്പിക്കുന്നത് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഈ ലൈറ്റിന് പകരം ഒരു ഫാനും സ്വിച്ചും കൂടി കിട്ടുകയെന്ന് വെച്ചാൽ ഫാൻ ഉണ്ട് ഇപ്പം എൻ്റെ അടുത്ത്, പക്ഷേ എൻ്റെ അടുത്ത് മോട്ടറും സ്വിച്ചും ഇല്ല. ഫാൻ ഉണ്ട്, പിന്നെ നിങ്ങൾ എക്സ്ട്രാ വയറും വാങ്ങി വെക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ ഫാൻ ഉണ്ടാക്കുന്ന കാണിക്കുക. ഫാൻ ഓട്ടോമാറ്റിക്കായി കറങ്ങുന്ന ഫാൻ ഉണ്ട്, എക്സ്ട്രാ വയറും ഉണ്ട്, ബാറ്ററി ഉണ്ട്, കണക്ടർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി. അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു കാർഡ്ബോർഡ് ബോട്ട് ഉണ്ടാക്കുക. അത് പ്ലാസ്റ്റിക് വെച്ചിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ബാറ്ററി എല്ലാം ഉള്ളിൽ വെച്ച് കവർ ചെയ്തിട്ട് ഫാന് കണക്ഷൻ കൊടുക്കുക. അപ്പം ഈ ഫാൻ ബാക്കിൽ കണക്ഷൻ കൊടുക്കുകയെന്ന് വെച്ചാൽ അത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ മോട്ടർ സ്പീഡ് ബോട്ട് പോലെയായി. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മളത് ചെറിയൊരു പ്രശ്നമുണ്ട്, ടാപ്പ് പഴയതായിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നമ്മൾ പൊട്ടിപ്പോയി. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലൈറ്റൊക്കെ സാധാ സ്റ്റേഷനറി കടയിൽ വാങ്ങി കിട്ടുന്നതാണ്.
ഇത് ഗ്യാരേജ് ആണ്. ഒരു പാത്രം വാങ്ങിയപ്പോൾ അതിനകത്ത് വാങ്ങിയതാണ് ഗ്യാരേജ്. ഇതിൻ്റെ അടിയിലൊരു ഡയറി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഗ്യാരേജിനകത്ത് അത് ഉറപ്പില്ല. എന്താ അതിനല്ല, ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരു സ്ലോപ്പ് പോലെ വെച്ചതാ ഹൈറ്റിൽ നിന്ന്. ഈ ഒരു ഹൈറ്റിൽ നിന്ന് സ്ലോപ്പ് പോലെ വെച്ചതാ ഇറങ്ങാൻ. എന്നാൽ പിന്നെ നമ്മളിങ്ങനെ കാറിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. കാറിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. പിന്നെ കുറച്ച് ഗമ്മിൻ്റെ പ്രശ്നമുണ്ട്. കാറിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക, അടയ്ക്കുക, വീണ്ടും തുറക്കുക, മെല്ലെ ഒന്ന് ഒരു പ്രസ് കൊടുക്കുക. ഇതാ വന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വേറെ ബോട്ടിൻ്റെ പകരം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാൻ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് തിരിച്ചെടുത്തിട്ടാണ്. ഓക്കെ, ബൈ ബൈ. മിതാൻ ഒന്നും കൂടി വിളിക്കണോ? വേണേൽ വിളിക്കല്ലേ, പാവ അവളെ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പം ബൈ. ഇന്നത്തെ എൻഡിങ്ങിൽ മിതാലി ഉണ്ടാവും. അപ്പം ഞാൻ ഇത് എടുത്ത് വെക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനത്തെ വേറെ കാറുകളിലായി ഞാൻ വരുന്നതായിരിക്കും. നമുക്ക് മിതാലിനെ വിളിക്കാൻ പോവാം. ചിലപ്പോൾ സങ്കടത്തിലായിരിക്കും. ഹായ് മിതാലി. ഇന്നത്തെ എൻഡിങ് മിതാലിൻ്റെ കൂടെയാണ്. അപ്പോൾ മിതാലി പറഞ്ഞോളൂ. Alice, boys and Lucas. മിതാലി പറഞ്ഞ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്നാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത് എന്താ ചെയ്യേണ്ടത്. അപ്പം താങ്ക് യു.